കോവിഡൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്താണ് പലർക്കും ഡിപ്രഷനും മുടി കൊഴിച്ചിലും പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അതായത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടിന് പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു, വെയിലധികം കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ടായിരുന്നു. പതിയെയാണിത് ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ ഡിപ്രഷനും മുടി കൊഴിച്ചിലും ബോൺസിനൊക്കെ സ്ട്രെങ്ത് കുറയുക ഇതെല്ലാം തന്നെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലായപ്പോൾ അതൊരു ട്രെൻഡായിട്ട് തന്നെ മാറുകയായിരുന്നു. ഇപ്പോഴും വിറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒരുപാട് കഴിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ നമുക്ക് തോന്നുന്നത് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല ഒരിക്കലും വിറ്റമിൻ ഡി. കൃത്രിമമായിട്ട് ശരീരത്തിലേക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് നാച്ചുറലായിട്ട് ശരീരത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പ്രകൃതിദത്തമായി നമ്മുടെ ബോഡിയിലേക്ക് വിറ്റമിൻ ഡി എത്താൻ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അത് പരമാവധി ഉപയോഗിക്കുക. വെയിൽ കൊണ്ടാൽ വിറ്റമിൻ ഡി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാലോ. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ കുറച്ച് ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വിറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കിട്ടുന്നതാണ്. അതിലേറ്റവും പ്രധാനമാണ് യോഗർട്ട്. യോഗർട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും തൈരല്ല കേട്ടോ. തൈര് ഡെയിലി കഴിക്കുന്നത് ആയുർവേദ പ്രകാരം ശരീരത്തിന് അത്ര നല്ലതല്ല. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ മൈൽഡ് ഫോമായിട്ടുള്ള യോഗർട്ട് നമുക്ക് ഡെയിലി കഴിക്കാം. ഒരു 2 സ്പൂൺ യോഗർട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ കഴിക്കുന്നത് വിറ്റമിൻ ഡി നാച്ചുറലായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും. യോഗർട്ട് മാത്രമല്ല, മിൽക്ക് പ്രോഡക്ട്സ് ആയിട്ടുള്ള ചീസ് പോലെയുള്ള കാര്യങ്ങൾ, പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പാല് നല്ല നാടൻ പശുവും പാലൊക്കെ ഇട്ടുകയാണെങ്കിൽ അത് കഴിക്കാം. നന്നായിട്ട് തിളപ്പിച്ച് പാട മാക്സിമം മാറ്റിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മിൽക്ക് അലർജി ഉള്ളവരാണെങ്കിൽ സോയാ മിൽക്കും ഏറ്റവും നല്ലൊരു സോഴ്സാണ് വിറ്റമിൻ ഡിയുടെ. ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിൽക്കാണ് സോയാ മിൽക്ക്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെയും നമുക്ക് ഹെൽത്തിന് വളരെ ഗുണകരം ചെയ്യുന്നതാണ്. പല സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് സോയാ മിൽക്ക്. അടുത്തത് മഷ്റൂം അല്ലെങ്കിൽ കൂണാണ്. പറ്റുമെങ്കിൽ നാച്ചുറലായിട്ട് നാടൻ പ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന കൂൺ ധാരാളമായിട്ട് യൂസ് ചെയ്യുക. വിഷക്കൂണല്ല, നല്ല കൂൺ മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പാൽക്കൂണ് വാങ്ങിക്കാൻ കിട്ടും. അത് തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. സോയാ മിൽക്ക് പോലെ വിറ്റമിൻ ഡി നൽകുന്ന മറ്റൊരു മിൽക്കാണ് ആൽമണ്ട് മിൽക്ക്. അതും കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ ചില സൂപ്പർ മാർക്കറ്റുകളൊക്കെ കിട്ടും. അത് സ്ഥിരം കഴിക്കുന്നതും വിറ്റമിൻ ഡി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വിറ്റമിൻ ഡിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഓറഞ്ച് ജ്യൂസ്. പരമാവധി ആഴ്ചയിൽ 3 days എങ്കിലും ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നതും വളരെ നല്ലതാണ്. നോൺ വെജ് കഴിക്കുന്നവർക്ക് വിറ്റമിൻ ഡിയുടെ മറ്റൊരു സോഴ്സാണ് എഗ് യോക്ക് അല്ലെങ്കിൽ മഞ്ഞക്കരു. പക്ഷേ അത് ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല. ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിച്ച് നമുക്ക് വിറ്റമിൻ ഡി ഇൻക്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിറ്റമിൻ ഡി വർദ്ധിപ്പിക്കേണ്ട ആവശ്യം നമ്മുടെ ബോണിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണ് വിറ്റമിൻ ഡി. ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്ന പ്രശ്നങ്ങളാണ് മുടി കൊഴിച്ചിലും ഡിപ്രഷനും മൂഡ് സ്വിങ്സും ഒക്കെ. അതൊക്കെ ഒരു പരിധിവരെ മാറ്റി വയ്ക്കുവാൻ ഈ ഒരു വൈറ്റമിന് കഴിയും. വർഷത്തിൽ ഒരു വട്ടമെങ്കിലും വൈറ്റമിൻ ഡിയുടെ വാല്യൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചെറിയൊരു ഡെഫിഷ്യൻസി വന്നാൽ പോലും നമ്മുടെ ബോഡി അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനത്തെ നാച്ചുറലായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ കഴിയും.